BPCL കൊച്ചി അമ്പലമുകൾ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ ലോറി ജീവനക്കാരുടെ സമരം പാചകവാതക നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇത് പ്രതിദിനം ശരാശരി 120 ലോഡ് പാചകവാതകമാണ് അമ്പലമുകൾ പ്ലാന്റിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ലോഡുകൾ വെട്ടിക്കുറയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ലോറി ജീവനക്കാരുടെ സമരം. രാഗിൻ ചേരുന്ന വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ ചരക്ക് നീക്കത്തെ, ഈ പാചകവാതക നീക്കത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെ ഗാർഹിക വാണിജ്യ ഉപയോക്താക്കളെയൊക്കെ വളരെ കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. എന്താണ് ഈ ജീവനക്കാരുടെ സമരം? ഇനി എത്ര നീണ്ടു നിൽക്കും? ഒത്തുതീർപ്പിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏകദേശം 200ഓളം ലോറികളാണ് ഈ BPCL അമ്പലമുകൾ ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഉള്ളത്. ആ 200ഓളം ലോറികൾ ഒന്നടങ്കം സമരത്തിലാണ്. വിവിധ യൂണിയനുകൾ ഒറ്റക്കെട്ടായി തന്നെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് പാലക്കാട്, കോഴിക്കോട്, അതോടൊപ്പം തന്നെ മലപ്പുറം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലേക്ക് ഈ ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നാണ് പാചകവാതകം കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം ജില്ലകളിലേക്ക്, അല്ലെങ്കിൽ ആ ജില്ലകളിലേക്ക് കോയമ്പത്തൂര്, മംഗലാപുരം തുടങ്ങിയ പ്ലാന്റുകളിൽ നിന്ന് ഇന്ധനം കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പാചകവാതകം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടുത്തെ ലോറി ഉടമകൾക്ക് അല്ലെങ്കിൽ ലോറി ജീവനക്കാർക്ക് തൊഴിലില്ലാതാകുന്നു, തങ്ങളുടെ ലോഡുകൾ വെട്ടിക്കുറയ്ക്കുന്നു, അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പാചകവാതക നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഒപ്പം ഏകദേശം 120ഓളം ലോഡാണ് പ്രതിദിനം ഇവിടെ നിന്ന് പോയിരുന്നത്. അതിപ്പോൾ ഇവിടെ നിന്ന് പോകാതാകുന്നത് ഈ പാചകവാത പ്രതിസന്ധിക്കും ഇടയാക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമരം കൂടുതൽ ദിവസം മുന്നോട്ട് പോയാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെ തീർക്കുമെന്നത് തീർച്ചയായും. കൂടുതൽ ദിവസം സമരം നീളാതിരിക്കട്ടെ എന്ന് കരുതാം. ഒപ്പം ജീവനക്കാരുടെ ആവശ്യങ്ങൾ അത് സാധിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളുണ്ടല്ലോ.